പ്രിയ സുഹൃത്തുക്കളെ, ഈശോയുടെ അനന്തമായ സ്നേഹത്തിൽ നാം വീണ്ടും ഒരുമിക്കുന്നു. ദൈവപിതാവിന്റെ അമിത സ്നേഹവും മകനായ കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നമ്മുടെ ഉള്ളിലൊക്കെ നിറയട്ടെ. നാം ഇന്നു അനുഗ്രഹീതമായ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നു. തിരുസഭയിലെ സാധാരണകാലം 67-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച ഓർത്ത്. ഇന്ന് കർത്താവിന്റെ വചനങ്ങൾ കേൾക്കാനും ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാനും നമ്മുടെ മനസ്സ് തുറന്നു പിടിക്കേണ്ട ഒരു ദിവസമാണ്. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ നേട്ടം എവിടെ ഉണ്ടാകുമെന്ന് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. പണവും പ്രശസ്തിയും ലോകസുഖസൗകര്യങ്ങളും നമ്മെ സന്തുഷ്ടരാക്കുമോ? സത്യസന്ധതയുള്ള സംതൃപ്തി എവിടെ കണ്ടെത്താം? സുവിശേഷത്തിൽ ജീവിതം മുഴുവൻ ഈശോയുടെ ശുശ്രൂഷയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ഉദാഹരണങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഈ രണ്ട് സന്ദേശങ്ങളും ഒന്നിച്ച് നമ്മുടെ സന്തോഷവും സമാധാനവും യഥാർത്ഥമായി എവിടെ കണ്ടെത്താമെന്ന് നമ്മെ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുന്നു. ലോകപ്രലോഭനങ്ങളിൽ വീണുപോകാതെ ദൈവത്തിൽ സംതൃപ്തി കണ്ടെത്തി അവന്റെ ലക്ഷ്യത്തിനായി ജീവിക്കാൻ നമ്മെ ഈ വചനങ്ങൾ പ്രേരിപ്പിക്കുന്നു. തുറന്ന ഹൃദയത്തോടെ ഇത് സ്വീകരിക്കാം. ഇന്നു മുതൽ നമ്മുടെ ഓരോ ദിവസത്തിലും അനുഭവിക്കാം. ഇന്ന് നമുക്ക് വായിക്കാനുള്ള ഭാഗം വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിന്റെ 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്കുള്ളതാണ്. മനുഷ്യൻ ദൈവത്തിന്റെ വഴിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ അവിടെ പ്രതിപാദിക്കുന്നു. പൗലോസ് നമ്മോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും നിൽക്കുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ വചനങ്ങൾക്കും ദൈവഭക്തിയുടെ അടിസ്ഥാന പ്രബോധനങ്ങൾക്കും വിരുദ്ധമായ സന്ദേശങ്ങൾ കൈവിട്ടുകൊടുക്കുന്നവരോട് ജാഗ്രത പാലിക്കണം. കാരണം അവർ അഹങ്കാരികളായും അജ്ഞന്മാരായും തർക്കത്തിലും വാഗ്വാദങ്ങളിലും ഏർപ്പെടുന്നു. അസൂയ, കലഹം, പരദൂഷണം, അനാവശ്യ സംശയങ്ങൾ എന്നിവയുടെ മൂലകമായി സത്യം നഷ്ടപ്പെടുകയും ദൈവഭക്തിയെ ധനലാഭത്തിനുള്ള മാർഗമായി കാണുകയും ചെയ്യുന്ന ഇത്തരം മനസ്സുള്ളവർക്ക് നിരന്തരമായ പ്രശ്നങ്ങളും ആഘാതങ്ങളും ഉണ്ടാകുന്നു. പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവഭക്തിയോടുകൂടിയ സംതൃപ്തിയാണ് യഥാർത്ഥ നേട്ടം. നാം ഈ ലോകത്തേക്കൊന്നും കൊണ്ടുവന്നില്ല, അതുപോലെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഭക്ഷണത്തിനും ചിന്തകൾക്കും പ്രയോജനമുണ്ട്. അതിലവസാനം സങ്കുചിതമായ ആഗ്രഹങ്ങൾ മതിയാകും. എന്നാൽ സമ്പത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭനങ്ങളിലും വഞ്ചനകളിലും വീണു അനാവശ്യ സ്വപ്നങ്ങളിലും ആഗ്രഹങ്ങളിലും മുങ്ങിപ്പോകുന്നു. ഇത് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഹൃദയത്തിൽ വേദനയും മനസ്സ് ദുർബലമാക്കലും വരുത്താൻ കാരണമാവുന്നു. ധനസമ്പാദനത്തിനുള്ള അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾ. എങ്കിലും ദൈവത്തെ അനുഗമിക്കുന്ന ഒരു മനുഷ്യനായി നീ ഇവിടുത്തെ മോഹങ്ങളും ആശയക്കുഴപ്പങ്ങളും വിട്ട് മുന്നോട്ടു പോകണം. നീതി, വിശ്വാസം, ദൈവഭക്തി, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയിൽ ആഴമുറുകി അഭ്യസിക്കേണ്ടതാണ്. വിശ്വാസത്തിനായുള്ള പോരാട്ടം നിഷേധിക്കാതെ തുടരുകയും നിത്യജീവിതത്തെ ദൃഢമായി പിടിച്ചുപറ്റുകയും ചെയ്യുക. നീ നടത്തിയ സത്യസന്ധ പ്രയത്നങ്ങളും നന്മ നിറഞ്ഞ പ്രവൃത്തികളും അനേകം സാക്ഷികളോടൊപ്പം ഇന്നും നമ്മെ അഭിമുഖീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര ശക്തമായ വാക്കുകളാണിവ! പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിനോടുള്ള ഉപദേശം മാത്രമല്ല, കാലം കടന്നും ഇന്ന് ഓരോരുത്തർക്കും ആഴത്തിൽ ആർജിക്കാൻ പ്രേരിപ്പിക്കുന്ന സന്ദേശവുമാണ്. എഫേസോസിലെ സഭയിൽ ചില വ്യാജ പ്രബോധകർ സഭയിൽ കടന്നുകൂടി. ഇന്നും ഇത്തരം പ്രവണതകൾ നമ്മൾ കാണുന്നില്ലേ? ഇതിനെതിരെ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു, ദൈവഭക്തിയോടുകൂടിയ സംതൃപ്തിയാണ് യഥാർത്ഥ നേട്ടം. എന്നാൽ ആ സംതൃപ്തി എങ്ങനെ കണ്ടെത്തണം? നമ്മുടെ ജീവിതത്തിലെ അസംതൃപ്തിയെ നോക്കൂ. ഒരു വീട് കൈവശം വരുമ്പോൾ
കൂടുതലിനുള്ള ആഗ്രഹം. ഒരു വാഹനം സ്വന്തമാക്കുമ്പോൾ പുതിയ മോഡലിനൊപ്പം മോഹം. ശമ്പളവും വരുമാനവും കൂടുമ്പോൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതിനപ്പുറത്തേക്ക് വളരുന്നു. അതേസമയം മനസ്സിലെ സമാധാനം നശിക്കുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ ജീവിതം നിരന്തരമായ അവകാശതൃപ്തിയിലേക്കും ആശങ്കകളിലേക്കും ഒലിക്കുന്നു. അതിനാൽ സമാധാനവും സത്യവും കണ്ടെത്താനുള്ള മാർഗം ഉള്ളതിൽ തൃപ്തി നേടിയെടുക്കലിൽ നിന്ന് തുടങ്ങുന്നു. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ നമ്മെ അതു മനസ്സിലാക്കിക്കുന്നു. ലോകം മുഴുവൻ കീഴടക്കിയ മഹാനായ ചക്രവർത്തി മരണസമയത്ത് തന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ കൈകൾ പുറത്തേക്ക് ഉയർത്തിയിരിക്കണമെന്നാവശ്യപ്പെട്ടു. ലോകസമ്പാദ്യത്തിനൊടുവിൽ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് കാണിക്കാൻ. ഇതാണ് സത്യാവസ്ഥ. നമ്മൾ സമ്പാദിക്കുന്ന എല്ലാം ഭൂമിയെ വിട്ടുപോകുമ്പോൾ നമ്മോടൊപ്പം വരില്ല. എന്നാൽ വചനം പണം മോശമാണെന്നല്ല, സമ്പാദിക്കരുതെന്ന് അല്ല പറയുന്നു. മറിച്ച് ദ്രവ്യാസക്തിയാണ് സകല തിന്മകളുടെ അടിസ്ഥാനം എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. പണം സ്നേഹിക്കുമ്പോൾ അതിനെ ജീവിതത്തിന്റെ പണം നല്ലൊരു സേവകനാണ്. പക്ഷേ മോശമായ യജമാനനാകുമ്പോൾ സത്യവും നീതിയും സ്നേഹവും നഷ്ടപ്പെടുന്നു. ബന്ധങ്ങൾ വിലയില്ലാതാകുന്നു. വിശ്വാസത്തിൽ നിന്നും നമ്മൾ വ്യതിചലിക്കുന്നു. അതിനാൽ പൗലോസ് അപ്പസ്തോലൻ നമ്മോട് പറയുന്നു, ദൈവത്തിന്റെ മനുഷ്യനായ നീ ഇവയിൽ നിന്നെല്ലാം ഓടിയകലുക. എന്നിട്ടെന്തു ചെയ്യണം? നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ അഭ്യസിക്കുക. ഇതാണ് യഥാർത്ഥ നേട്ടം, നിത്യതയിലേക്കു നമുക്ക് കൂട്ടിവെക്കേണ്ട സമ്പത്ത്. നമ്മുടെ ജീവിതത്തിൽ ഈ പുണ്യങ്ങൾ എത്രത്തോളം നിലനിൽക്കുന്നു എന്ന് പരിശോധിക്കുക. നമ്മുടെ തീരുമാനങ്ങളിലും സംസാരത്തിലും പ്രവർത്തികളിലും നീതിയുണ്ടോ? ദൈവത്തോടുള്ള വിശ്വാസവും ഭക്തിയും നിലനിൽക്കുന്നതാണോ? മറ്റുള്ളവരോട് സ്നേഹവും ക്ഷമയും സൗമ്യതയും. ഇന്നത്തെ സുവിശേഷം നമ്മെ ഒരു ദൈനംദിന ദൗത്യത്തിന്റെ ഉള്ളിലും അതിന്റെ പ്രായോഗികതയിലും നയിക്കുന്നു. ഒന്നാം വായനയിൽ നമ്മെ എന്തിൽ നിന്ന് ഓടിയകലണമെന്ന് കേട്ടുവെങ്കിലും ലൂക്കായുടെ 8-ാം അധ്യായത്തിലെ ആദ്യ 3 വാക്യങ്ങൾ നമ്മോട് പറയുന്നത് എന്തിലേക്ക് ഓടിയെടുക്കണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്നും മനോഹരമായി കാണിക്കുന്നു. ഈശോ പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ കടന്നുചുറ്റി ദൈവരാജ്യത്തിന്റെ സന്തോഷവാർത്ത പ്രചരിപ്പിക്കുന്നു. കൂടെ അവനോടൊപ്പമുണ്ടായിരിക്കുന്ന 12 അപ്പസ്തോലന്മാരും, പ്രത്യേകിച്ച് തന്റെ അനുഗമിയിൽ നിന്നു ശക്തിയും കരുണയും അനുഭവിച്ച ചില സ്ത്രീകളും. ഇവരിൽ മഗ്ദലേന മറിയം 7 പിശാചുകൾ വിട്ടുപോയവളാണ്. ജീവിതത്തിന്റെ തിന്മകളിൽ പെട്ടു ദുരിതമനുഭവിച്ചവളെ ഈശോ രക്ഷപ്പെടുത്തി. ഹെറോദേസിന്റെ കൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ യോവാനെയും സുസന്നയും പിന്നെ മറ്റും നിരവധി സ്ത്രീകളും തങ്ങളുടെ വസ്തുവകകളിൽ നിന്നു സേവനം ചെയ്തു ദൈവത്തിന്റെ പ്രവൃത്തികൾക്കൊപ്പം സഹകരിച്ചു. ഈ ചെറിയൊരു വിഭാഗം സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ നേരിട്ട അനുഭവങ്ങളിലൂടെ ഈശോയുടെ ദൈവീക സ്നേഹത്തിന്റെയും കരുണയുടെയും സാക്ഷ്യമാവുന്നു. സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ ആത്മീയതയെ പിന്തുടരാൻ ലോകത്തിലെ പതനങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സന്ദേശത്തോടൊപ്പം വിശ്വാസവും സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുന്നവരായി ജീവിക്കണമെന്നും, ചെറിയ സന്ദേശങ്ങൾ പോലും വലിയ ദാർശനികവും ആത്മീയവുമായ പ്രഭാവമുണ്ടാക്കാമെന്നതുമാണ്. ഈശോയുടെ ശിഷ്യന്മാരെ പിന്തുടരുന്ന സ്ത്രീകൾ ചെയ്തത് എന്തായിരുന്നു? അവർ തങ്ങളുടെ സമ്പത്തും വസ്തുവകയും സ്വാധീനവും എവിടെയും അഹങ്കാരമില്ലാതെ പൂർണ്ണമായി ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിന് സമർപ്പിച്ചു.
അവർ നൽകിയതിൽ പൂർണ്ണ സ്നേഹവും പ്രതിബദ്ധതയും നമുക്ക് കാണാം. ആ സ്ത്രീകൾക്ക് സമ്പത്തുണ്ടായിരുന്നു, സമൂഹത്തിൽ സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ തങ്ങളുടെ സ്വാർത്ഥ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ഭക്ഷണത്തിനും താമസത്തിനും മറ്റും ആവശ്യമുള്ള ശിഷ്യന്മാർക്കും ഈശോയുടെയും ദൗത്യത്തിനും അവരതുപയോഗിച്ചു. പണം അവരെ നിയന്ത്രിക്കാത്തൊരു ഉപകരണം മാത്രമായി മാറി. അത് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു വേദിയായി മാറി. ഇതാണ് യഥാർത്ഥ ശിഷ്യത്വം. ഈശോയോടുള്ള അനുസരണ മാത്രമല്ല, അവനു സേവനം ചെയ്യലും. തന്റെ സമയം, കഴിവ്, സമ്പത്ത് എന്നിവ നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് കോടികളുടെ സമ്പത്തൊന്നുമില്ല, ഞാൻ എങ്ങനെയാണ് സേവനം ചെയ്യുക എന്ന് മറക്കേണ്ടത്. ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വലിപ്പം നോക്കുന്നു, കൈകളിലെ തുക അല്ല. ഈശോയുടെ കരുണയെ നേരിട്ട് അനുഭവിച്ചവരായി ഞങ്ങളും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും രോഗങ്ങളിലും ദുരിതങ്ങളിലും കർത്താവിന്റെ സഹായവും സ്നേഹവും അനുഭവിച്ചിട്ടുണ്ട്. അതിനു പകരമായി, നന്ദിയുടെ അടയാളമായി, നമുക്കുള്ളതിൽ നിന്നൊരു ചെറിയ പങ്ക് പാവപ്പെട്ടവർക്കായോ സഭയുടെ ആവശ്യങ്ങൾക്കായോ ദൈവരാജ്യത്തിനായോ നൽകാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കേണ്ട സമയം ഇതാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ദരിദ്ര വിധവയെക്കുറിച്ച് വിചാരിക്കൂ. അവളുടെ എല്ലാം സമ്പാദ്യം ഒരു ചെറിയ കോഴിയായിരുന്നു. ദിവസം ഒരു മുട്ട വെച്ചാൽ മാത്രമേ ജീവിക്കാനാകുകയുള്ളൂ. ഗ്രാമത്തിലെ പള്ളി പുതുക്കാനുള്ള പദ്ധതി തുടങ്ങുമ്പോൾ വികാരിയച്ചൻ എല്ലാവരിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചു. ധനികർ വലിയ സംഭാവനകൾ വാഗ്ദാനം ചെയ്തു. പക്ഷെ അവളെത്തിയപ്പോൾ അവൾക്ക് കയ്യിലുണ്ടായ ഏക വസ്തു ആ കോഴിയിട്ട ഒരു മുട്ട അച്ഛന്റെ മുന്നിലേക്ക് നീട്ടി പറഞ്ഞു, "അച്ചോ, ഇതുമാത്രമേ എനിക്കുള്ളൂ." അന്ന് രാത്രി പ്രാർത്ഥനയിൽ ആ മുട്ടയുടെ സ്നേഹത്തിന്റെ മഹത്വം വികാരിയച്ചന്റെ കണ്ണുകളിലേക്ക് നിറഞ്ഞു. കാരണം മറ്റുള്ളവർ നൽകിയത് അവരുടെ ധനത്തിൽ നിന്നുള്ള ചെറിയ പങ്കമായിരിക്കുമ്പോൾ ആ വിധവയുടെ നൽകിയത് സർവസ്വമായിരുന്നു. തന്റെ സുവിശേഷത്തിലെ ഈ ദരിദ്ര വിധവയുടെ കോഴിച്ചെമ്പുതുട്ട് നമ്മെ അതിനാൽ പഠിപ്പിക്കുന്നു. കൊടുക്കൽ പണത്തിന് മാത്രം ബന്ധപ്പെട്ടിരിക്കരുത്. നമ്മുടെ സമയം, ശ്രദ്ധ, സ്നേഹം, പ്രാർത്ഥന കുടുംബത്തിനും കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും അന്യർക്കും നമുക്ക് നൽകുന്ന ഏതൊരു ചെറുതായും മനോഹരമായ പ്രവൃത്തിയും ദൈവത്തിനുള്ള ശുശ്രൂഷയാകുന്നു. അതുകൊണ്ട് നാം നൽകുന്ന ഓരോ ചെറിയ പങ്കും നമ്മളുടെയും മറ്റുർക്കുള്ള പ്രയോജനം കാണുന്നതിന്റെ കണക്കില്ല. ഹൃദയത്തിന്റെ സന്നദ്ധത മാത്രമാണ് പ്രാധാന്യം. അതാണ് യഥാർത്ഥമായ അനുഗ്രഹം. ഈ സ്ത്രീകൾ അവരുടെ സാമൂഹിക പദവിയും സുരക്ഷിതത്വവും മറന്നുപോയി. ആത്മഹത്യ പോലെയുള്ള വിമർശനങ്ങളെയും കളിയാക്കലുകളെയും മറികടന്ന് ഈശോയെ അനുഗമിച്ചു. പുരുഷനായി ഇന്നത്തെ ഒന്നാം വായനം നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ധനമോഹം, സ്വാർത്ഥം, ഭൂതകാല പ്രലോഭനങ്ങൾ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും. പൗലോസ് അപ്പസ്തോലന്റെ സന്ദേശം. അതെ, അത് നാണയത്തിന്റെ പുറമൊഴിയുള്ള അപകടമാണ്. എന്നാൽ സുവിശേഷത്തിൽ നമുക്ക് പ്രത്യാശയുടെയും ശരിയായ മാർഗത്തിന്റെയും ഒരു മാതൃകയും കാണാം. സമ്പത്തിനെ സ്നേഹമാക്കാതെ മറിച്ച് അത് ഉപയോഗിച്ച് സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ സ്ത്രീകൾ പഠിപ്പിച്ചു. അവർ പണത്തിന്റെയും വിശേഷതകളുടെയും മോഹത്തിൽപ്പെട്ടില്ല, മറിച്ച് തിമോത്തിയോസിന് ഓടിയകലാൻ നിർദ്ദേശിച്ച തിന്മകളിൽ നിന്ന് അകലം പാലിച്ചു. മറുവശത്ത് നീതി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പ്രാവർത്തികമാക്കി. അതിലൂടെ യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ ദൃഢതയും കരുത്തും നമുക്ക് കാണിച്ചു. ഇന്നത്തെ വചനം നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ യഥാർത്ഥ നേട്ടം എന്താണ്? ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കലോ, പുതിയ വീട്, കാറോ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അടിയന്തര ബന്ധം വളർത്തലോ, മറ്റുള്ളവർക്ക് സഹായമായി മാറലോ? ഈ ആഴ്ച
ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ചെറിയ ഒരു കാര്യം നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ സമയം, കഴിവ്, സമ്പാദ്യത്തിൽ നിന്നോ മറന്ന് മറ്റുള്ളവർക്കറിയാതെ ദൈവത്തിനു വേണ്ടി നൽകുന്നത്. അതൊരു പാവപ്പെട്ട കുടുംബത്തിന് ഭക്ഷണം നൽകലോ, ഒറ്റപ്പെട്ട ഒരു ബന്ധുവിനൊപ്പം ഫോൺ സംസാരിക്കലോ, ഇടവകയിലെ ശുശ്രൂഷയിൽ പങ്കാളികളാവലോ ആയിരിക്കും. നമ്മുടെ കൊടുക്കൽ ചെറിയതായിരിക്കാം, പക്ഷേ സ്നേഹത്തോടും കൃതജ്ഞതയോടും സമർപ്പിച്ചാൽ സുവിശേഷത്തിലെ സ്ത്രീകളെപ്പോലെ നമ്മും ഈശോയുടെ ശുശ്രൂഷ യഥാർത്ഥ സമാധാനവും സന്തോഷവും ആപ്പഴാണ് നമ്മളെ സമ്പൂർണമാക്കുന്നത്. കാരണം ദൈവത്തിനായി നൽകിയത് നഷ്ടപ്പെടുകയില്ല, മറിച്ച് നിത്യതയിലേക്കുള്ള മൂല്യവത്തായ നിക്ഷേപമാകും. അതിനാൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിൽ നിമിഷം നീതി, വിശ്വാസം, സ്നേഹം കൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അനുഗ്രഹീതമായ ഈ നിമിഷത്തിനും വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനും നന്ദി. ഞങ്ങൾ സ്നേഹത്തോടും വിശ്വാസത്തോടും നിനക്ക് സ്തുതി നൽകുന്നു. കർത്താവേ, നമ്മളെ പലപ്പോഴും ഈ ലോകത്തിലെ പ്രലോഭനങ്ങളും ഭൗതിക നേട്ടങ്ങളുടെ പിൻപറ്റലും സ്വാധീനിച്ച് യഥാർത്ഥ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുന്ന നിലയിലാക്കുന്നു. എങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തി കണ്ടെത്താനും എവിടെയെങ്കിലും അങ്ങയിൽ മാത്രം യഥാർത്ഥ നേട്ടം കണ്ടെത്തുവാനും നമ്മെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. ദ്രവ്യാസക്തിയുടെ പിഴവിൽ വീണുപോകാതെ ഹൃദയങ്ങളെ ശുദ്ധമായും ഉദാരവുമായും നിലനിർത്താനും സുവിശേഷത്തിലെ മഗ്ദലേന മറിയത്തെയും യോവാനെയെയും സൂസന്നയെയും പോലെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉദാത്ത ഹൃദയം നമുക്ക് നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമയം, ആരോഗ്യം, കഴിവ്, സമ്പത്ത് എന്നിവ അങ്ങയുടെ മഹത്വത്തിനും ദൈവരാജ്യ പ്രവർത്തനത്തിനും സമർപ്പിക്കാൻ പഠിപ്പിക്കണമേ. നമ്മുടെ പ്രാർത്ഥനയിൽ രോഗികളായവർക്കും പീഡയിലായവർക്കും ആശ്വാസവും സൗഖ്യവും നൽകുകയും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സ്നേഹവും സമാധാനവും നിറയ്ക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമായി സംരക്ഷിക്കണം. മഹത്വമുള്ള ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.